ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 2 months ആയി. അതായത് ഇപ്പം എൻ്റെ ബേബിക്ക് 2 months ആയിട്ടുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ആകെപ്പാട് ഒരു 1 week മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ കാര്യം ബേബിയുടെ കാര്യം എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ ആകെപ്പാട് പാൽ കൊടുക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അതായത് ബേബി രാത്രി എണീറ്റ് കരയുമ്പോഴും ഡൈപ്പർ ചേഞ്ച് ചെയ്യണം എല്ലാം ആളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈവൻ ഞാൻ കഴിച്ച പ്ലേറ്റ് പോലും ആൾ എന്നെ കൊണ്ട് കഴുകാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ അതും എനിക്ക് ചെയ്തേരായിരുന്നു. ഈവൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യണതും ബേബിയുടെ ഡ്രസ്സും കാര്യങ്ങളും വാഷ് ചെയ്യണതും എല്ലാം ഹസ്ബൻഡ് അമ്മയായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അതിനെല്ലാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. എനിക്ക് ഒരു കാര്യത്തിലും സ്ട്രെസ് അടിക്കേണ്ടി വന്നിട്ടില്ല. രാത്രി ഫുൾ ബേബി പാൽ കുടിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സ്ട്രെസ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാതിരാത്രി ഏത് സമയമാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ എണീറ്റിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ബേബീനെ ബേപ്പ് ചെയ്ത് ഡൈപ്പർ ചേഞ്ച് ചെയ്ത് ഉറക്കിയിട്ട് ആൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ബേബീനെ ഒന്നും എടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡൈപ്പർ പോലും ചേഞ്ച് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഈവൻ ദോ ഇത്ര സപ്പോർട്ട് ഉണ്ടായിട്ടും ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഓക്കെ ഫിസിക്കലി ആൻഡ് മെന്റലി. എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ബ്രൈഡൽ വർക്ക്സും കൊളാപ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. എനിക്ക് അതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സോ ഐ വാസ് മെന്റലി ഞാൻ ഡ്രെയിൻ ആയിപ്പോയി. ലിറ്ററലി ഞാൻ ഡ്രെയിൻ ആയിപ്പോയി. ഞാൻ ഒരു അമ്മയായി എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയമെടുത്തു. ഇത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടും എനിക്ക് മെന്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ്. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് എൻ്റെ ബേബിയുടെ കൂടെയുള്ള മൂമെന്റ്സ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവനെ നോക്കുമ്പോൾ അവന് ഒരുപാട് ചേഞ്ചസ് വന്നു. അവന്റെ ന്യൂ ബോൺ ഫേസ് ഒക്കെ മാറി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ മിസ് ചെയ്ത മൂമെന്റ്സ് ഒക്കെ ആലോചിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഫിസിക്കലി ഞാൻ ഓക്കെയാണ്. മെന്റലി ഞാൻ ഓക്കെയാണ്. ഇപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. എവറിത്തിങ് ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. പക്ഷെ എല്ലാം നല്ല ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരാളും കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കിപ്പോ പറയാനുള്ളത് ന്യൂ മോംസിനോടാണ്. ഐ നോ ദാറ്റ് ഫിസിക്കലി മെന്റലി നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ. പക്ഷെ ഇപ്പോൾ ഉള്ളതെല്ലാം വെറും ടെമ്പററി ഫേസ് ആണ്. എവറിത്തിങ് വിൽ ബാക്ക് ടു നോർമൽ. യുവർ ബോഡി, യുവർ കരിയർ, സ്കിൻ, സ്ലീപ്പ് എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈവൻ ബെറ്റർ ദാൻ ബിഫോർ. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ബേബി പഴയ പോലെ ആയിരിക്കില്ല. റിമെമ്പർ ദിസ് തിങ്. ഇപ്പൊ നമ്മുടെ ബേബിയുടെ ഏറ്റവും സേഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളാണ്. സോ ഇപ്പോൾ നമ്മളുടെ ബേബിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മളെയാണ്. സോ പ്ലീസ് എൻജോയ് ഈച്ച് ആൻഡ് എവറി മൂമെന്റ് വിത്ത് യുവർ ബേബി നൗ. അതർവൈസ് യു ആർ ഗോണ റിഗ്രറ്റ് ഗൈസ്.